നമ്മൾ ഇനി വയനാട്ടിലേക്കും ചേലക്കരയിലേക്കും പോവുകയാണ്. ചേലക്കരയും വയനാടും അതിന്റെ വിധിയെഴുത്തിന്റെ അവസാന മണിക്കൂറിലാണിപ്പോൾ. എന്തായാലും ആദ്യം രാവിലെയൊക്കെ പോളിംഗ് ശതമാനം കുറയുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ചേലക്കരയിൽ 64% പേരും വയനാട്ടിൽ 57% പേരും ഇതിനോടകം തന്നെ വോട്ടവകാശം വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു പക്ഷേ നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് എത്തും. കാരണം ഒരു മണിക്കൂറായിട്ട് വലിയ തിരക്ക് എന്തായാലും പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചേലക്കരയിൽ നിന്ന് AK സ്റ്റെഫിനുണ്ട്, പഴയന്നൂരിൽ നിന്ന് അരുൺ അമർനാഥുണ്ട്, ഷിനോജ് വാഴാലിക്കാവ് നിന്നുണ്ട്, ചേലക്കരയിൽ നിന്ന് ലിഷോയുണ്ട്, ഒപ്പം തന്നെ വയനാട്ടിലെ പ്രധാന ഇടങ്ങളിൽ നിന്ന് തിരുവമ്പാടിയിൽ നിന്ന് ഷഹീദ്, എറണാകുളത്ത് നിന്ന് ഇംതിയാസ്, ചുരൽമലയിൽ നിന്ന് രാഹുൽ കെ വി. ആര്യ, ശരി, നമുക്ക് സ്റ്റെഫിനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ആദ്യം സ്റ്റെഫിൻ, എന്തായാലും ഇപ്പോൾ ചേലക്കരയിൽ 63.9, 64% പോളിംഗിലേക്ക് എത്തുകയാണ്. നല്ലൊരു പെർസെന്റേജിലേക്ക് വരികയാണ്. ഇനിയും ഇപ്പം സ്റ്റെഫിൻ നിൽക്കുന്ന ബൂത്തിൽ കാര്യമായ ക്യൂ ഉണ്ടോ? അരിയ, ഒടുവിലത്തെ കണക്ക് പ്രകാരമാണ് 64% പോളിംഗ് ശതമാനം എത്തുന്നത്. ഇനി ഏതായാലും അവസാന ഒരു മണിക്കൂറിൽ പരമാവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുള്ളൂർക്കരയിലെ സ്കൂളിൽ ഉള്ള 3 ബൂത്തുകളിലാണ്. ആ ബൂത്തുകളിൽ വലിയ തോതിലുള്ളൊരു തിരക്ക് നമുക്ക് ഇപ്പോൾ ഏതായാലും അനുഭവപ്പെടുന്നില്ല. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. ഏതാണ്ട് ഉച്ചവരെ കാര്യമായ തിരക്ക് ഈ 3 ബൂത്തുകളിലും ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഒരു പ്രശ്നബാധിത ബൂത്താണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ CISFൻ്റെ ഉദ്യോഗസ്ഥർ ഉണ്ട്. വെബ്കാസ്റ്റിങ്ങിന് പുറമെ പുറത്തുനിന്ന് ഒരു ക്യാമറ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസുകാരെ എത്തിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, SPയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് കളക്ടറും എല്ലാം ഇവിടെ വന്ന് പോയിരുന്നു. ഇപ്പോൾ ഏതായാലും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ ഒരു സ്ത്രീ മാത്രമാണ് ഇപ്പോൾ ആ ബൂത്തിൽ നിൽക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങോട്ട് തൊട്ടപ്പുറത്തെ ബൂത്തിലേക്ക് വരികയാണെങ്കിൽ 83-ാം നമ്പർ ബൂത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും 1-2 പേർ മാത്രമേ ഉള്ളൂ. ഇനി ഏതായാലും വലിയൊരു തിരക്ക് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ജില്ലയിൽ ചേലക്കര മണ്ഡലത്തിലെ പൊതുസ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തിനെ അപേക്ഷിച്ച് ആ രീതിയിലേക്കുള്ള 77% അല്ലെങ്കിൽ 76-78 ഇടയ്ക്ക് ആ തരത്തിൽ ഉള്ളൊരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പോളിംഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അവസാന മണിക്കൂറിലേക്ക് എത്തുന്നു. ഇപ്പോൾ കാര്യമായ തിരക്കൊന്നും ഈ ബൂത്തുകളിൽ കാര്യമായി അനുഭവപ്പെടുന്നില്ല. അറിയാം. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തളിയിലേക്കൊന്ന് പോകാം. ദശമംഗലം തളിയിൽ നിന്നാണ് ലിഷോയ് ചേർന്നത്. ലിഷോയ്, എവിടെ എങ്ങനെയുണ്ട്? ഇപ്പോൾ സ്റ്റെഫിൻ നിൽക്കുന്നിടത്ത് കാര്യമായ തിരക്കുകളില്ല. ഞാൻ കരുതിയത് അവസാനം 1 മണിക്കൂറാകുമ്പോൾ നീണ്ട ക്യൂ വരുമെന്നാണ്. പക്ഷെ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. അതായത് വരവൂർ പഞ്ചായത്തിലെ തളിയിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തളി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും, വലിയ തിരക്ക് ഇവിടെ ഉണ്ട്. ഇനി അവസാന 1 മണിക്കൂറാണ് ഇപ്പോൾ ആ ഒരു സമയത്ത് തന്നെ. ഇതിനോടകം തന്നെ ഇവിടെ 3 പോളിംഗ് ബൂത്തുകളാണ് ആകെ ഉള്ളത്. അതിൽ 2 വലിയ തിരക്കില്ല. പക്ഷേ നമ്മൾ ഈ കാണുന്ന ഇടത്ത് വലിയ തിരക്കാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ അവസാന മണിക്കൂറുകളിൽ വലിയ തിരക്ക് പലപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വരവൂരിലെ തളി എന്ന സ്ഥലത്ത് നിന്നാണ് ലിഷോയ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ നേരത്തെ സ്റ്റെഫിൻ നൽകിയ അവിടെ ആകെ ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ കാര്യമായ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ചേലക്കര തന്നെ ഒന്ന് തുടരാന്ന് തോന്നുന്നു. ഷിനോജ് കൂടിയുണ്ട്. ഷിനോജ്, എവിടെയാ, ഏത് പഞ്ചായത്തിലാണുള്ളത്? അവിടെ തിരക്കാണോ? തോന്നൂർക്കരയിലാണല്ലേ? ഷിനോജ്, തിരക്കുണ്ടോ അവിടെ? ദിവിഷ, വലിയ തിരക്കാണ്, ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ചേലക്കര പഞ്ചായത്തിലെ തോന്നൂർക്കരയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 78-ാം നമ്പർ ബൂത്താണ്. ഈ സ്കൂളിൽ ആകെ 5 ബൂത്താണുള്ളത്. ഇതിൽ 4 തിരക്ക് അല്പം കുറവുണ്ട്. പക്ഷേ ഈ 78-ാം നമ്പർ ബൂത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്ന് ഏകദേശം 100-ലധികം, ഒരു 100-125ഓളം വരുന്ന വോട്ടർമാർ ഇപ്പോഴും പുറത്തു തന്നെ നിൽപ്പുണ്ട്. ഈ നിൽക്കുന്ന പലരും ഒരു 1.5 മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകളാണ്. എന്തായാലും ഇനി വോട്ടെടുപ്പ് അവസാനിക്കാൻ കേവലം 1 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. ഇപ്പോഴും വലിയ രീതിയിൽ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സ്ത്രീ വോട്ടർമാർ വൈകുന്നേരത്തിന് ശേഷം വളരെ ഉത്സാഹത്തോടെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നേരത്തെ നമ്മളിവിടെ വന്ന് പല വോട്ടർമാരോടും ബൂത്ത് ഏജന്റുമാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, സ്ത്രീ വോട്ടർമാർ ഇത്തരത്തോടെ വളരെ ഉത്സാഹത്തോടെ ഇവിടേക്ക് എത്തുന്നത് സമീപകാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ച് ചേച്ചിമാർ ഒരേ ചുരിദാറൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അവർ കാറ്ററിങ്ങിന് പോയിട്ട് വന്നവരാണെന്ന് നേരത്തെ സംസാരിച്ചാൽ പറഞ്ഞത്. കാറ്ററിങ്ങിന് പോയിട്ട് വന്നാണോ? എവിടെന്നാ? തൃശ്ശൂർ. നല്ല ടൈറ്റ് അല്ലേ മത്സരം?
സാധാരണ ഇത്തരത്തിലൊരു ടൈറ്റ് നിങ്ങളെ നാട്ടിലുണ്ടോ ഇത്തരത്തിൽ? എത്ര നേരം വന്നിട്ട്? ഞങ്ങളൊരു അരമണിക്കൂറായി. അരമണിക്കൂർ. പെട്ടെന്ന് പോകും? പെട്ടെന്ന് പോകുന്ന വിശ്വസിക്കുന്നു. ജോലി കഴിഞ്ഞ് വന്നതാ? എല്ലാവരും നല്ല ഒരേ ചുരിദാറൊക്കെ ഇട്ട് വന്നവരാണ്. അതിലും ഇവിടെ മാത്രമല്ല, പുരുഷന്മാരുടെ സൈഡിലും സമാനമായ ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവിടെ നിന്ന്, അതായത് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഈ അവിടെ നിന്നിട്ട് ഏകദേശം ഈ സ്കൂളിൻ്റെ പുറകുവശം വരെ ഈ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക കണക്ക് പ്രകാരം 64% പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ 2,11,103 വോട്ടർമാരാണ് ചേലക്കരയിലുള്ളത്. ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 1,35,000 വോട്ടർമാർ ഇതിനോടകം തന്നെ അവർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്ക് ആ ലെവലിലേക്ക്, അതായത് 75%, 76%-ലേക്കൊക്കെ പോളിംഗ് ശതമാനം കടക്കാനാണ് സാധ്യത. ഇപ്പോൾ ചേട്ടാ എത്തിയിട്ട് കുറച്ച് നേരമായോ? 40 സെക്കൻഡ് വേണ്ടി സാധാരണ. ഇതിപ്പോൾ വളരെ സ്ലോ ആണ്. മറ്റേ ബൂത്തുകൾ പ്രശ്നവുമില്ല അല്ലേ? മറ്റു ബൂത്തുകൾ കാര്യമായ പ്രശ്നമില്ല. ഇത് കാലത്തെ തൊട്ട് ഈ അവസ്ഥയാണ്. ആരെങ്കിലും അറിയിച്ചിരുന്നോ ബൂത്ത് ഏജന്മാർ? കണ്ടാർന്നൂടെ എല്ലാവരും. അതെ അതെ. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ഈ ബൂത്തിൽ വന്നു പോയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്കും തോന്നുന്നത് അത് തന്നെയാണ്. അകത്ത് വോട്ട് രേഖപ്പെടുത്താൻ വലിയ സമയം എടുക്കുന്നുണ്ട്. ഒരാൾ കയറി ഏകദേശം 2-3 മിനിറ്റ് കഴിയുന്നതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലുള്ള കാലതാമസമാണ് ഈ വലിയ ക്യൂവിലേക്ക് ഇപ്പോൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. എന്തായാലും തോന്നൂർക്കരയിലെ 78 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ശരി, അപ്പൊ നമ്മള് ചേലക്കര മണ്ഡലത്തിലെ 3 പോയി. അതിൽ 2 ഇടങ്ങളിലും നല്ല തിരക്കുണ്ട്, ഒരിടത്ത് മാത്രമാണ് ആളില്ലാത്ത. പക്ഷെ ഇവിടെ എന്തെങ്കിലും സാങ്കേതികമായുള്ള ഒരു കാലതാമസം ഉണ്ട് എന്ന് തോന്നുന്നു. 2-3 മിനിറ്റ്